അറ്റോമിക് ഹാബിറ്റിൽ ഒരു മനോഹരമായിട്ടുള്ള കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ വീൽ ചെയർ നിങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ? അപ്പം അദ്ദേഹം പറയുന്ന മറുപടി, വീൽ ചെയറാണ് എനിക്ക് സ്വാതന്ത്ര്യം തരുന്നത്. ഇതില്ലായിരുന്നെങ്കിൽ വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിലേക്ക് ഞാൻ ആയി പോകൂലേ? അതുകൊണ്ട് തന്നെ ഇതെന്തൊരു അനുഗ്രഹമാണ് എന്നുള്ളത്. ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നതിൻ്റെ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രൂപവും ഭാവവും തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവും. രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, 2 മക്കൾ എന്നുള്ളതിനേക്കാളും കൂടുതൽ 2 മക്കളെ ഞാനാണല്ലോ നോക്കുന്നത്, ഞാനാണല്ലോ വളർത്തുന്നത്, എൻ്റെ നിലനിൽപ്പാണല്ലോ അവരുടെ നിലനിൽപ്പിന് പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം എന്ന് മാറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഭംഗി തന്നെ, അതിൻ്റെ നിറം തന്നെ പലപ്പോഴും മാറിപ്പോവാണല്ലേ. കമിഴ്ന്ന് കിടക്കുന്നതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഒന്ന് പ്രഗ്നൻ്റ് ആവണം. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ സിസ്റ്ററോ നമ്മുടെ ബ്രദറോ ഭർത്താവ് അങ്ങനെ ഇങ്ങനെ കമിഴ്ന്ന് നടക്കുമ്പോൾ നമുക്കിങ്ങനെ എന്ത് രസീനല്ലേ എന്നില്ല നമുക്ക് തോന്നിപ്പോവും. അതേപോലെ പീരീഡ്സിൻ്റെ പെയിനിൽ നിൽക്കുമ്പോഴാണ്, അതില്ലാത്ത സമയത്ത് നമ്മൾ ഈ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ത് രസമാണല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ ദാഹിക്കുമ്പം പച്ചവെള്ളമോ തണുത്ത വെള്ളമോ ഒരു നാരങ്ങ വെള്ളമോ കുടിച്ചു നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് ഇല്ലേ, അതിങ്ങനെ പിടിപിടിപിടിപിടാ കുടിക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്തിട്ടൊന്ന് കുടിച്ചു നോക്കിക്കോ, ഒന്ന് വേണ്ടി ഇപ്പം തന്നെ ഒന്ന് കുടിച്ചു നോക്കിക്കോ, അതിനെന്തൊരു ടേസ്റ്റാണ് നമുക്ക് മനസ്സിലാവും. ലൈഫിനെ ടേസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ നമ്മളിത് ഇത്രയേ ഉള്ളൂ, ഇതിങ്ങനെയാണ്, അയ്യോ ഇതിങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് ഇങ്ങനെയൊക്കെയാണല്ലേ എന്നുള്ളൊരു ചിന്ത ചിന്തിക്കുമ്പോൾ നല്ല രസമാണ്. എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ഈ ഞാൻ വീട്ടിൽ കൂടലിന് മുന്നേ നമ്മളിങ്ങനെ വീടിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇടത്തേക്ക് വരുമല്ലോ, അപ്പം ഇങ്ങനെ അടുക്കള ടൈലൊക്കെ കാണുന്ന സമയത്ത് അടിപൊളിയാണല്ലോ, ചെറിയ കുട്ടി, അപ്പം അതിൻ്റെതായിട്ടുള്ള കൗതുകം ഉണ്ടാവല്ലോ. ആഹാ ഇനിയിപ്പോൾ ഇതായിരിക്കുമല്ലോ ഞാൻ കാണുന്നുണ്ടാവാം. മുറ്റത്തൊക്കെ കാണുന്ന സമയത്ത് ഈ മുറ്റത്തെ കൂടെ ആയിരിക്കുമല്ലോ ഞാൻ ഇനി കളിക്കുന്നുണ്ടാവാം, എനിക്കൊരുപാട് മുറ്റുണ്ടല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ വലുതാകുമ്പം ഈ മുറ്റം, ഈ അടുക്കളയിലെ ടൈല്, ഈ അടുക്കള, ഈ കളിസ്ഥലം, ഇതൊന്നും നമുക്കൊരു മാറ്ററേ അല്ല. അതൊന്നും നമുക്ക് മാറ്റർ അല്ലാത്തതാണോ? അതൊക്കെ മാറ്റർ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്കൊരു ബാൽക്കണി ഉണ്ടാവും എല്ലാ വീട്ടിലും, ആരും കയറാത്ത, തുടക്കാത്ത, അടിച്ചു വരാത്ത, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ളൊരു ബാൽക്കണി. പക്ഷെ ആ ബാൽക്കണി ഉണ്ടാക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ സംഭവം, എന്താ, ഈടെ ഇങ്ങനെ രാത്രി വന്നിട്ടിരിക്കണം, ഈടെ ഇരുന്നിട്ട് ചായ കുടിക്കണം, ഈടെ ഇരുന്നിട്ട് വ്യൂ കാണണം. നമ്മളതൊന്നും ചെയ്യുന്നില്ല. ജീവിതത്തിൻ്റെ പല ഭംഗിനെയും നമ്മൾ തന്നെ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കല്ലേ ചെയ്യുന്നത്.